രാജ്യത്തിന്റെ സംയുക്ത സൈനിക മേധാവിയായ ജനറൽ NS രാജാ സുബ്രഹ്മണി ചുമതലയേറ്റു. ഓപ്പറേഷൻ സിന്ദൂറിൽ നിർണായക പങ്കുവഹിച്ച രാജാ സുബ്രഹ്മണി കരസേന ഉപമേധാവിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ പരമാധികാരവും സുരക്ഷയും ഉറപ്പാക്കാൻ സൈന്യം പ്രതിജ്ഞാബദ്ധമാണെന്ന് ചുമതലയേറ്റെടുത്ത ശേഷം അദ്ദേഹം വ്യക്തമാക്കി. ഡൽഹിയിൽ ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ച ശേഷമാണ് സംയുക്ത സേനാ മേധാവിയായി ജനറൽ NS രാജാ സുബ്രഹ്മണി ചുമതലയേറ്റത്. സൗത്ത് ബ്ലോക്കിൽ ആചാരപരമായ വരവേൽപ്പും ഗാർഡ് ഓഫ് ഓണറും നൽകി. 1985 ഡിസംബറിൽ ഗർവാൾ റൈഫിൾസിലാണ് NS രാജാ സുബ്രഹ്മണിയുടെ സൈനിക സേവനത്തിന്റെ തുടക്കം. രാജ്യത്തിന്റെ പരമാധികാരവും സുരക്ഷയും ഉറപ്പാക്കാൻ സൈന്യം പ്രതിജ്ഞാബദ്ധരാണെന്ന് ചുമതല ഏറ്റെടുത്ത ശേഷം അദ്ദേഹം പറഞ്ഞു. ദേശീയ താൽപര്യങ്ങൾക്ക് പ്രാധാന്യം നൽകും. നമ്മുടെ കര, വ്യോമ, നാവിക സേനകൾ എല്ലാ തരത്തിലും പൂർണ്ണ സജ്ജമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. We are committed to implement the vision of our Honorable Prime Minister, jointness, Atmanirbharta and innovation. Transformation of the armed forces and organizational reforms to enhance jointness, synergy and integration will be the primary focus. 2024 മുതൽ 2025 ജൂലൈ 31 വരെ കരസേന ഉപമേധാവിയായി സേവനമനുഷ്ഠിച്ച ജനറൽ രാജാ സുബ്രഹ്മണി ഓപ്പറേഷൻ സിന്ദൂരിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. നിലവിൽ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടേറിയറ്റിൽ മിലിറ്ററി അഡ്വൈസറായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. സംയുക്ത സേനാ മേധാവിയായിരുന്ന ജനറൽ അനിൽ ചൗഹാൻ ഇന്നലെ വിരമിച്ചിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.